മതപരമായി സ്വാഭാവികമായും ഒരു വ്യക്തി മദ്യം കഴിക്കുന്നത് അവൻ ഇസ്ലാമിൽ ചെയ്യുന്ന ഏറ്റവും കടുത്ത കുറ്റകൃത്യമാണ്. ലഅനല്ലാഹുൽ ഖംറ, മദ്യത്തെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഷാരിബഹ, അത് കുടിക്കുന്നവനെ, സാഖിയഹാൽ കുടിപ്പിക്കുന്നവനെ, മുബ്താഅഹ, അത് വാങ്ങുന്നവനെ, ബായിഅഹ, വിൽക്കുന്നവനെ, അസ്റഹ, വാറ്റുന്നവനെ, ഭക്ഷിക്കുന്നവനെ. അപ്പോൾ അബ്കാരിയെയും കരിയറേയും അതുപോലെ തന്നെ ഉപയോക്താവിനെയും അതുപോലെ തന്നെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ചേർത്ത് 10 ലഅനത്ത് അഥവാ ശാപം ഉണ്ടായിരിക്കും. മാതാപിതാക്കളടക്കം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് മതമില്ല, എല്ലാ മതക്കാരും അത് ഉപയോഗിക്കുന്നു. ഇസ്ലാം കർശനമായി വിലക്കിയ ഒരു വസ്തുവാണ് മദ്യം. അവന് ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് വരെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇനമാണ് എല്ലാ മയക്കുമരുന്നുകളും. ബുദ്ധിക്ക് മറവീഴുന്ന സാധനമാണ് ഖമർ. അതായത് രസതന്ത്രം ഒരു ശാസ്ത്രശാഖയായി വളരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആദ്യം പഠിച്ച് പ്രാവർത്തികമാക്കിയ ഒരാളാണ്, ഗവേഷകനാണ് ജാബിർ ബിൻ ഹയ്യാൻ. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്രം പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. അദ്ദേഹം തൻ്റെ പരീക്ഷണശാലയിൽ ഒരു പ്രത്യേക പരീക്ഷണം നടത്തുമ്പോഴാണ് ഈ വാറ്റുവിദ്യ കണ്ടുപിടിച്ചത്. ഈ ആൽക്കഹോളിന് അദ്ദേഹം അന്ന് അറബിയിൽ അൽ ഔൽ എന്നാണ് പേര് പറഞ്ഞത്. അൽ ഔൽ എന്നാൽ ആൽക്കഹോളിന് അൽ ഔൽ എന്നാണ് പറയുന്നത്. ശരിക്കും അൽ ഔൽ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പ്രേതം, പിശാച്ച് എന്നാണ്. കുട്ടികളിലും അതുപോലെ തന്നെ യുവാക്കളിലും കണ്ടുവരുന്ന ദുഷ്പ്രവണതകളുടെ മൂല കാരണമെന്ന് തിരിച്ചറിയാൻ വൈകും തോറും അപകടം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതക്രമത്തിൽ താളഭംഗം വരുന്നത് ഇസ്ലാം പേരിൽ മാത്രമാവുകയും അതേക്കുറിച്ച് പഠനം നടത്താതിരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രവണത, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർക്കണം, കുട്ടി ആംഗലേയ ഭാഷ സംസാരിക്കണം. അതിനൊന്നും ഇസ്ലാം എതിരല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ മാതാവ് കൊണ്ടുവരുമ്പോൾ പിതാവിൻ്റെ മരണശേഷം ഈ കുട്ടിയെ ഉയർത്തി പഠിപ്പിക്കുക എന്നതായിരുന്നു മാതാവിൻ്റെ ലക്ഷ്യം. പ്രവാചകർ പറഞ്ഞു, ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അങ്ങനെ പരിശുദ്ധ പ്രവാചകർ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ആദ്യത്തെ കാര്യം ചരിത്രത്തിൽ കാണുന്നത് അക്കാലഘട്ടത്തിലെ ഏറ്റവും 2 വൻശക്തികളായിരുന്ന റോമും പേർഷ്യയും. ഈ 2 രാഷ്ട്രങ്ങളുടെ ഭാഷയായിരുന്നു നബി തങ്ങൾ ആദ്യം ആ കുട്ടിയോട് പഠിക്കാൻ പറഞ്ഞത്. താലം ലി ലോത്തൽ ഇബ്രാനി എന്നാണ് പരിശുദ്ധ പ്രവാചകർ ആദ്യം പറഞ്ഞത്, ഹിബ്രു ഭാഷ പഠിക്കാൻ. അതിന് കാരണം അന്ന് ഹിബ്രു ഭാഷ പേർഷ്യയുടെ ഭാഷയായിരുന്നു. ജൂതന്മാർക്കൊരു കത്തെഴുതാനും ജൂതന്മാർ തിരിച്ചിങ്ങോട്ട് കത്തെഴുതാനും സ്വാഭാവികമായി മീഡിയേറ്റർമാരെയാണോ ഉപയോഗിച്ചിരുന്നത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമായിരുന്നു. കാരണം അവരിൽ ഈ ഭാഷ അറിയുന്ന ആളുകളില്ലായിരുന്നു. ഒരു കത്ത് ഇങ്ങോട്ട് വന്നാൽ വായിക്കാൻ അവരിൽപ്പെട്ട ഒരാളെ വിളിക്കണം, കത്ത് എഴുതാൻ അവരിൽപ്പെട്ട ആളെ വിളിക്കണം. ഇതേ അവസ്ഥ ക്രൈസ്തവ സമൂഹത്തോട് സംവദിക്കുമ്പോഴും ഉണ്ടായിരുന്ന റോമിൻ്റെ ഭാഷ അതായിരുന്നു, സുറിയാനി ഭാഷ. ഈ 2 ഭാഷയും ഈ കുട്ടിയെ കൊണ്ട് ആദ്യം നബി തങ്ങൾ പഠിപ്പിച്ചു. അത് പഠിച്ചു വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാത്തിബ് അഥവാ വഹി ഇറങ്ങുമ്പോൾ അത് എഴുതാനുള്ള ചുമതലയിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു. ഇങ്ങനെയാണ് ചെറുപ്പക്കാരൻ പ്രസിദ്ധനായതും പരിശുദ്ധ പ്രവാചകർക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കാത്തിബുർ റസൂൽ, പ്രവാചകരുടെ എഴുത്തുകാരൻ എന്ന പേര് സിദ്ധിച്ചത്. വലിയ പണ്ഡിതനായി മാറുകയും ചെയ്തു. ഞാനീ പറഞ്ഞത് എല്ലാ ഭാഷകളും പഠിക്കുക എന്നത് പരിശുദ്ധ പ്രവാചകർ പ്രചോദിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭാഷ പഠിക്കുന്നതിന് ഇസ്ലാം എതിരല്ല, ശാസ്ത്രം പഠിക്കുന്നതിന് എതിരല്ല, സാങ്കേതിക വിദ്യ പഠിക്കുന്നതിന് എതിരല്ലെന്ന് മാത്രമല്ല, കാലഘട്ടത്തിന് അനുസൃതമായ വിദ്യാഭ്യാസം സ്വായത്തമാക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ജനങ്ങൾ അതിൽ മാത്രം കേന്ദ്രീകരിച്ചു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ മതം കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് വളരെ പുറകോട്ട് പോയി. അവർക്ക് കുട്ടികൾ മദ്രസയിൽ പഠിച്ചു കൊള്ളണമെന്നില്ല. മദ്രസ പഠനം ഇനി പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഒരു 5ാം ക്ലാസ് വരെ മാത്രം. 5ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം സ്വാഭാവികമായും 10 വയസ്സാണ്. 10 വയസ്സായ ഒരു കുട്ടി അല്ലെങ്കിൽ 12 വയസ്സായ ഒരു കുട്ടി താഴെ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കാര്യങ്ങൾ എങ്ങനെ ഓർത്തിരിക്കും? അവനെങ്ങനെ ധാർമ്മിക ബോധം വരും? വിവേകശാലിയായ ഒരു കുട്ടിക്ക് മതം പഠിപ്പിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന കുട്ടികളിലും അതുപോലെ തന്നെ യുവാക്കളിലും കണ്ടുവരുന്ന ദുഷ്പ്രവണതകളുടെ മൂല കാരണമെന്ന് തിരിച്ചറിയാൻ വൈകും തോറും അപകടം ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ മദ്യം, മയക്കുമരുന്ന് മുതലായവ നമ്മുടെ സമൂഹത്തിൽ സുലഭമാണ്. ഇത് പലപ്പോഴും രക്ഷിതാക്കളടക്കം ഉപയോഗിക്കുന്നുണ്ട്. മാതാപിതാക്കളടക്കം മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് മതമില്ല, എല്ലാ മതക്കാരും അത് ഉപയോഗിക്കുന്നു. ഇസ്ലാം കർശനമായി വിലക്കിയ ഒരു വസ്തുവാണ് മദ്യം. പ്രത്യേകിച്ച് ഇസ്ലാം മദ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് 5 കാരണങ്ങൾ പറയുന്നുണ്ട്. 5 കാരണങ്ങളാൽ അത് അപകടകരമാണ് എന്ന് എണ്ണി വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളിൽ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും.
5 കാര്യം എന്ന് പറയുന്നത് അറബി ഭാഷയിൽ അഥവാ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഷഖ്സിയ, സിഹിയ, മാലിയ, ദീനിയ, ഇജ്തിമാഴിയ. ഈ 5 നിലക്ക് ഇത് അപകടകരമാണ്. ഒന്നാമത് പറഞ്ഞത് ഷഖ്സിയ, വ്യക്തിത്വം, മീൻസ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തി മദ്യം കഴിക്കുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞാൽ അയാളുടെ വ്യക്തിത്വം നശിച്ചു. അയാൾ എത്ര വലിയ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, വക്കീലാവട്ടെ, അയാൾ മദ്യപാനിയാണെന്ന് അറിഞ്ഞാൽ അയാളെ അവലംബിക്കാൻ ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവും. അയാളുടെ വ്യക്തിത്വത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയൊരു ഹാനിയാണത്. രണ്ടാമത്തേത് സിഹിയ, ആരോഗ്യപരം. മദ്യം കഴിക്കുന്ന, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആരോഗ്യം തകർന്നടിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാലിയേറ്റീവ് ക്ലിനിക്കിൽ അതല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ ചെന്ന് പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. മൂന്നാമത്തേത് മാലിയ, സമ്പത്ത്. സാമ്പത്തികമായി തകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. MDMA പോലെയുള്ള സാധനങ്ങൾ, മെത്തഡിൻ ഡൈ ആംഫിറ്റമിൻ എന്ന് പറയുന്ന ഡൈമെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന ഈ സാധനം ഒരാൾ കഴിക്കുന്നതിന് സ്വർണത്തേക്കാൾ വില കൊടുക്കണം. അതുപോലെ തന്നെ വലിയ മയക്കുമരുന്നുകളായി ഇന്ന് ഉപയോഗപ്പെടുത്തപ്പെടുന്ന സാധനങ്ങളൊക്കെ വൻ വില ഈടാക്കിയാണ് വിൽക്കപ്പെടുന്നത്. ആദ്യമൊക്കെ അതിലേക്ക് ആളുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി ഒരുപക്ഷെ അവർ വെറുതെ തന്നു എന്ന് വരും. കരിയർമാർ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അഡിക്റ്റ് ആയാൽ പിന്നെ അവരെ തേടിപ്പോകും. സാമ്പത്തികമായി ഒരു കുടുംബം തകരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അങ്ങനെ തകർന്നടിഞ്ഞ ഒരുപാട് കുടുംബങ്ങളുണ്ട്. സ്വത്ത് വിറ്റ് മദ്യം കഴിച്ചവരും മയക്കുമരുന്ന് ഉപയോഗിച്ചവരും മക്കൾ അതിനുവേണ്ടി കളവ് നടത്തിയ സാഹചര്യമൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വലിയ അപകടകരമായ ഒരു വസ്തുതയാണ്. സാമ്പത്തികമായി മദ്യപാനിയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനും തകരുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. അതുപോലെ തന്നെ ദീനീയ, മതപരമായി സ്വാഭാവികമായും ഒരു വ്യക്തി മദ്യം കഴിക്കുന്നത് അവൻ ഇസ്ലാമിൽ ചെയ്യുന്ന ഏറ്റവും കടുത്ത കുറ്റകൃത്യമാണ്. അവന് ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് വരെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മുഅ്മിനായ ഒരു മനുഷ്യൻ മദ്യപിക്കുകയാണെങ്കിൽ, തത്തുല്യമായ ഏതെങ്കിലും ഒരു വസ്തു അവൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവന് അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും മാപ്പ് പോലും ലഭിക്കില്ല. വിശുദ്ധ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത 4 വിഭാഗത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് മുദ്മിനു ഹംറാണ്, മദ്യവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവൻ. അതിൻ്റെ കരിയർ ആവട്ടെ, ആരാവട്ടെ, എന്തായാലും. 5ാമത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇജ്തിമാഴിയ, സാമൂഹ്യം. സോഷ്യലി ഒരു മദ്യപാനി അപകടകാരിയാണ്. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, കൂടെ യാത്ര ചെയ്യാൻ പ്രയാസമുണ്ടാകും, അവൻ്റെ കുടുംബത്തെ ബാധിക്കും, കുടുംബം തകരും, സാമൂഹ്യമായൊരു തകർച്ചയിലേക്ക് സമൂഹം പോകും. ഈ 5 കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ മദ്യത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ഇസ്ലാം സാധാരണഗതിയിൽ ഒരു നിരോധനാജ്ഞ പുറപ്പെടുവിക്കുന്നത് പോലെ അല്ല മദ്യത്തെക്കുറിച്ച് പറഞ്ഞത്. മദ്യത്തെക്കുറിച്ച് ഇസ്ലാം പറഞ്ഞത് സഗൗരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഗൗരവം മനസ്സിലാകണമെങ്കിൽ മറ്റൊരു വസ്തുവിനെക്കുറിച്ചും ഇസ്ലാം പറയാത്ത വിധം, ഉദാഹരണമായി പലിശ വളരെ ഗൗരവമുള്ള കാര്യമാണ്, അതേക്കുറിച്ച് ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അത് എഴുതുന്നവനെയും ഒക്കെ ശപിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാനാണ്. എന്നാൽ അതിനേക്കാൾ ഗൗരവത്താലാണ് മദ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മദ്യത്തെക്കുറിച്ച് പറഞ്ഞ വാചകം വേണമെങ്കിൽ ആ ഹദീസ് വായിക്കുമ്പോൾ ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടും. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലഅനല്ലാഹുൽ ഖംറ, മദ്യത്തെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, വ ഷാരിബഹ, അത് കുടിക്കുന്നവനെ, വ സാഖിയഹാൽ, കുടിപ്പിക്കുന്നവനെ, വ മുബ്താഅഹ, അത് വാങ്ങുന്നവനെ, ബായിഅഹ, വിൽക്കുന്നവനെ, വ അസ്റഹ, വാറ്റുന്നവനെ, വ മുഅ്തസിറഹ, വാറ്റിക്കുന്നവനെ, വ ഹാമിലഹ, അത് ചുമന്നു കൊണ്ടുപോകുന്ന കരിയർ, വൽ മഹമൂലത്തെ ഇലൈഹി, ആർക്കാണോ കൊണ്ടുപോയി കൊടുക്കുന്നത് അവനെ, അതുപോലെ തന്നെ വാക്കില സമനിഹ, അതിൻ്റെ വില ഭക്ഷിക്കുന്നവനെ. അപ്പോൾ അബ്കാരിയെയും കരിയറേയും അതുപോലെ തന്നെ ഉപയോക്താവിനെയും അതുപോലെ തന്നെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ ചേർത്ത് 10 ലഅനത്ത് അഥവാ ശാപം ഉണ്ടായിരിക്കും. 10 വിഭാഗം ആളുകൾക്ക് ശാപം ഉണ്ടായിരിക്കും എന്നാണ് വിശുദ്ധ ഹദീസിൽ വന്നിട്ടുള്ളത്. മറ്റൊരു വിഷയത്തെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ വ്യാപകമായ സാമൂഹ്യ നാശമുണ്ടാകും എന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ വിശുദ്ധമായ ഹദീസിൽ വരാൻ കാരണം. ഇല്ലെങ്കിൽ ഇത്രയധികം ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല മദ്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ മതി. മറിച്ച് മദ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സഗൗരവം 10 തവണ ശാപവചനം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹു ശപിച്ചിരിക്കുന്നു ഇന്ന ആളുകളെ എന്ന് പറഞ്ഞാൽ അതുമായി ചെറിയ തോതിൽ ബന്ധപ്പെടുന്നവനെ പോലും അത് ശാപത്തിന് വിധേയമായ പ്രവൃത്തിയാണ് എന്ന് പരിശുദ്ധമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തി. മാത്രമല്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖംർ എന്ന പദം അറബിയിൽ ഖമറ എന്ന ആ പദം, അതിൻ്റെ നിഷ്പത്തി ഇതെല്ലാം പരിശോധിച്ചാൽ ഖമറ എന്ന പദത്തിൽ നിന്നാണ് അതുണ്ടായത്. ഖമറ എന്ന പദത്തിൻ്റെ നേരെ അർത്ഥം മറയിടുക എന്നാണ്. സത്യത്തിൽ ഖംർ അതിൻ്റെ ഇനമാണ് എല്ലാ മയക്കുമരുന്നുകളും. ബുദ്ധിക്ക് മറവീഴുന്ന സാധനമാണ് ഖംർ. 8ാം നൂറ്റാണ്ടിൽ കൂഫയിൽ ജീവിച്ച ജാബിർ ബിൻ ഹയ്യാൻ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ ഉണ്ടായിരുന്നു. ഫാദർ ഓഫ് കെമിസ്ട്രി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്.
അതായത് രസതന്ത്രം ഒരു ശാസ്ത്രശാഖയായി വളരുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആദ്യം പഠിച്ച് പ്രാവർത്തികമാക്കിയ ഒരാളാണ്, ഗവേഷകനാണ് ജാബിർ ബിൻ ഹയ്യാൻ. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന ചരിത്രം പരിശോധിച്ചാൽ അത് ബോധ്യപ്പെടും. അദ്ദേഹം തൻ്റെ പരീക്ഷണശാലയിൽ ഒരു പ്രത്യേക പരീക്ഷണം നടത്തുമ്പോഴാണ് ഈ വാറ്റുവിദ്യ കണ്ടുപിടിച്ചത്. വാറ്റ് എന്ന പ്രവർത്തനം അദ്ദേഹം കണ്ടുപിടിച്ചത് അന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ നികുതിയുമായി ബന്ധപ്പെട്ട വാറ്റല്ല, മറിച്ച് വാറ്റിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. ആ വാറ്റ് അദ്ദേഹം കണ്ടുപിടിച്ചപ്പോൾ അതിൽ നിന്നാണ് ആൽക്കഹോളിൻ്റെ ഒരു ഉൽപാദനത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചത്. അന്ന് അദ്ദേഹത്തിന് ലഭ്യമായ വസ്തുവാണ് ഈ ആൽക്കഹോൾ. ഈ ആൽക്കഹോളിന് അദ്ദേഹം അന്ന് അറബിയിൽ അൽ ഔൽ എന്നാണ് പേര് പറഞ്ഞത്. അൽ ഔൽ എന്നാൽ ആൽക്കഹോളിന് അൽ ഔൽ എന്നാണ് പറയുന്നത്. ശരിക്കും അൽ ഔൽ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം പ്രേതം, പിശാച്ച് എന്നാണ്. എത്ര യോജിപ്പുണ്ട് നോക്കൂ. ആൽക്കഹോൾ ഉൾക്കൊള്ളുന്ന സാധനങ്ങളാണ് ആദ്യം ലഹരിക്കായി ഉപയോഗിച്ചു വരുന്നത്. പിന്നീട് പല സസ്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ആയി വന്നു. ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ പരിശോധിച്ചാൽ അത് മനുഷ്യനെ പിടികൂടുന്നൊരു പിശാച്ചാണ്. ഇത് പിടികൂടി കഴിഞ്ഞാൽ പിന്നെ ഉമ്മയുമില്ല, ഉപ്പയുമില്ല, ആങ്ങളയുമില്ല, പെങ്ങളുമില്ല, ആങ്ങളയില്ല, പെങ്ങളില്ല. ആ തരത്തിൽ മനുഷ്യന് മൃഗമാവും. ജാതി ബന്ധങ്ങളില്ല, മാനുഷിക ബന്ധങ്ങളില്ല. അവനൊരു പ്രത്യേക ജീവിയായി മാറുകയാണ്. 2 കാലിൽ ഷാപ്പിൽ കയറുന്ന ഒരാൾ 4 കാലിൽ തിരിച്ചിറങ്ങുന്നു എന്ന് സാധാരണ പറയാറുണ്ട്. താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ ഉമ്മയെ അറുത്തു കൊന്നു. അതുപോലെ തന്നെ അഫാൻ എന്നൊരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ എത്ര പേരെയാണ് 5 പേരെയാണ് അപകടപ്പെടുത്തിയത്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനം സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ കുട്ടികൾക്ക് ഇത് യഥേഷ്ടം ലഭ്യമാകുന്നു. രക്ഷിതാക്കൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വ്യതിചലനത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ, എല്ലാ സമൂഹത്തിലും ഇത് ഗൗരവമാണെങ്കിലും ഇസ്ലാം ഇത് നിരോധിച്ചൊരു കാര്യമാണ്. മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലതരത്തിലുള്ള മതപരമായ ശാസനകളും ഉണ്ടാകും. അത് അവരുടെ മതപരമായ ബാധ്യതകളും അതുപോലെ തന്നെ നിർണീത കാര്യങ്ങളുമാണ്. പക്ഷെ ഇസ്ലാം ഖണ്ഡിതമായി പറഞ്ഞു ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഹറാം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ചെയ്താൽ കണിശമായും കുറ്റം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ മതവിധി പുറപ്പെടുവിച്ച ഒരു മതമാണ് ഇസ്ലാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മറ്റൊരു മതവും അങ്ങനെ മദ്യം കഴിക്കരുത് എന്ന മതവിധി പുറപ്പെടുവിച്ചതായിട്ട് അറിയില്ല. ധാർമ്മികതയുടെ ഭാഗമായി അവർ ഉപയോഗിക്കാതിരിക്കും, മാന്യത കാണിക്കും. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ മതവിലക്ക് പരിധി കടന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട കുട്ടികളും ധാരാളമായി മദ്യം കഴിക്കുന്നതിൻ്റെ പ്രധാന കാരണം 1 മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ്, 2 മാതാപിതാക്കളിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്, 3-മത്തേത് വ്യാപകമായി ഇത് ലഭ്യമാകുന്നുണ്ട്, 4-മത്തേത് കുട്ടികൾ ഇതിൻ്റെ മതവിധി കൃത്യമായി മദ്രസകളിൽ പോയി മതപാഠശാലയിൽ പോയി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഖുർആനിലൊരു ആയത്തുണ്ട്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദ എന്നാണ്. അതിൻ്റെ അർത്ഥം കർഷകർക്കൊക്കെ അറിയാം. നല്ല ഭൂമിയിലെ നല്ല വിളയുണ്ടാവും, ചീത്ത ഭൂമിയിൽ വിള അത്ര നന്നായി ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പം നല്ല ഭൂമിയിലെ നല്ല വിളയുണ്ടാകൂ എന്ന് പറഞ്ഞാൽ കൗടുംബിക ചുറ്റുപാട് നല്ലതാണെങ്കിലേ കുട്ടികൾ നന്നാവും. അവിടെയാണല്ലോ കുട്ടികൾ വിളയുന്നത്. ഇനി അതിനും അല്പം പുറകോട്ട് പോയാൽ തറ നന്നായെങ്കിലേ വീടിന് സ്ട്രെങ്ത് ഉണ്ടാവും. സ്വാഭാവികമായും ഫൗണ്ടേഷൻ ഭംഗിയായെങ്കിലല്ലേ അതിന് മുകളിലെടുക്കുന്ന കെട്ടിടം നന്നാവും. വ്യതിചലനത്തെക്കുറിച്ച് പിന്നീട് പറയേണ്ടതാണ്. ആദ്യം പറയേണ്ടത് തറയെക്കുറിച്ചാണ്.